ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. വരയൻ മാക്കൻ. എന്നെ അറിയാത്തവരായി ഈ കുറിഞ്ഞിക്കാട്ടിൽ ആരുമില്ല. സത്യം പറ, നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? ഞാൻ കാത്തു. ഇത് അപ്പു. ഞങ്ങളെ റാഞ്ചിയ ഒരു പരുന്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഞങ്ങൾക്ക് വീട്ടിലേക്കുള്ള വഴി അറിയില്ല. ഞങ്ങളെ വെറുതെ വിടണേ. ഞാനിത് വിശ്വസിക്കണമല്ലേ? ഇതൊന്നും ഇവിടെ നടക്കില്ല. മര്യാദക്കുള്ളത് പറയടാ. അയ്യോ, അയ്യോ അപ്പു, ഓടിക്കോ. ഇനി ഇവിടെ നിക്കണ്ട. ശരി കാത്തു. അപ്പു, അതാ പല്ലച്ചണ്ടനും കൂട്ടരും അല്ലേ? ശരിയാ കാത്തു. എടുക്ക. ജിണ്ടാ, അല്ല, മഴ പെയ്യുന്നു, നല്ല ഇടിയും ഉണ്ട്. നിങ്ങൾ ഇങ്ങോട്ട് കയറി നിന്നോ. ഏയ്, മഴ സാരമില്ല. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട് അല്ലേ? അതെ അതെ. നേരം സന്ധ്യയായല്ലോ. ശോ, ദേ മഴയും വരുന്നു. കാത്തു ഇനി ഇങ്ങെത്തിയില്ലല്ലോ. വരണ്ട, എവിടെയെങ്കിലും പോട്ടെ. കിട്ടും, ഇങ്ങനെയാണോ പറയേണ്ടത്? ഇനി അവർക്ക് എന്തെങ്കിലും പറ്റിയോ? അതെങ്ങനെ? നീ അപ്പോഴേ ഇങ്ങി പോന്നില്ലേ? അമ്മേ, കളിച്ചപ്പോ കണ്ടന് പന്ത് കൊണ്ട് ഒരു ഏറ് കിട്ടി. അപ്പൊ കണ്ടൻ ഞങ്ങളെ എല്ലാം ഓടിച്ചു. പിന്നീടാണ് ചേച്ചിയും അപ്പൂനെയും കാണാതായത്. ദേ, നിങ്ങളിത് കേട്ടോ? ഇവര് കണ്ടനുമായി വഴക്കിട്ടെന്ന്. ഇനി ആ കണ്ടൻ പിള്ളേരെ ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ? ശോ, എനിക്ക് പേടിയാവുന്നു. എന്താ കിട്ടു, നീ ഇതൊന്നും നേരത്തെ പറയാത്തത്? ഞങ്ങൾ അവിടെ ഒക്കെ അവരെ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. ചേച്ചി ആയിരിക്കും. കാത്തു അപ്പുവൊക്കെ ഇങ്ങ് എത്തിയായിരുന്നോ? ഇല്ലല്ലോ, ഞങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങുകയായിരുന്നു. കണ്ടൻ അവരെ കണ്ടിരുന്നോ? അയ്യോ, രക്ഷിക്കണേ! അയ്യോ,
ആരോ നിലവിളിക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ അപ്പു? വേണ്ട കാത്തു, ചിലപ്പോ നമ്മളെ ഉപദ്രവിച്ച ആ മാക്കനായിരിക്കും. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. അപ്പു, ശത്രു ആണെങ്കിലും അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കേണ്ടതല്ലേ? ഇനി വേറെ ആരെങ്കിലും ആണോ? ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. അയ്യോ, നിങ്ങൾ എത്ര നല്ല മനസ്സുള്ളവരാ. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഇനി വീട്ടിലെത്താൻ ഞാൻ നിങ്ങളെ സഹായിക്കും. ഓ, അയ്യോ, ദേഹം നല്ല വേദന. ഇനി ആ ലാടന്മാരുടെ മരുന്ന് പുരട്ടിയാലേ സുഖമാവൂ. ലാടന്മാരോ? മുള്ളുവാണ്ടി ചേട്ടനും കീരിശെൽവൻ ചേട്ടനുമാണോ? അതെ, അവരെ നിങ്ങൾക്കെങ്ങനെ അറിയാം? അവര് മരുന്ന് വിൽക്കാൻ ഞങ്ങളുടെ നാട്ടിലും വരാറുണ്ട്. ആ, എന്നാലിനി പ്രശ്നമില്ല. നിങ്ങളുടെ നാട്ടിലേക്കുള്ള വഴി അവർക്കറിയാമായിരിക്കും. നമുക്ക് അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ആദ്യം ഞങ്ങളെ പൊന്നമ്മ
ഒരിക്കൽ നാട്ടിലെ ഒരാട് വഴി തെറ്റി കാട്ടിലെത്തി. കാടിൻ്റെ പച്ചപ്പ് കണ്ട് ആടാകെ അമ്പരന്നു. ഹായ്, എന്തു ഭംഗി! നിറയെ പുല്ല്. ഇതാണോ ഈ മനുഷ്യർ കാട് കാട് എന്ന് പറഞ്ഞ ആടുകളെ പേടിപ്പിക്കുന്നത്? ഇനി വയ്യ, ഏതായാലും അങ്ങോട്ട് കയറിയിരിക്കാം. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. എന്റെ ഗുഹയിൽ കയറാൻ ധൈര്യമുള്ള മറ്റൊരുവനോ? ഇതേതു മൃഗം? ഇവിടെങ്ങും മുൻപ് കണ്ടിട്ടില്ലല്ലോ. ആടിന്റെ രൂപം കണ്ടപ്പോൾ സിംഹത്തിന് പേടിയായി. ദൂരെ നിൽക്കാം. ആരാണ് എന്റെ ഗുഹയിൽ? ഏതായാലും മരിക്കും. ഒരു വിദ്യ പ്രയോഗിച്ചാലോ? അത് ചോദിക്കാൻ നീ ആരാടാ? ആരും എന്നോട് ഇങ്ങനെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആള് നിസ്സാരനല്ല. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങ. നീയാണോ അപ്പോൾ കാട്ടിലെ രാജാവെന്ന് സ്വയം പറഞ്ഞു നടക്കുന്ന സിംഹം? നീ രാജാവെങ്കിൽ ഞാൻ ചക്രവർത്തിയാണ്, എല്ലാ കാടുകളുടെയും രാജാവ്. നിന്നെ കാത്തു തന്നെയാ ഞാനിരിക്കുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം തിരിഞ്ഞോടി. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒരു കുറുക്കൻ കാണുന്നുണ്ടായിരുന്നു. കാര്യം എന്തെന്നറിയാൻ കുറുക്കനും സിംഹത്തിന്റെ പിന്നാലെയോടി. രാജാവേ, അവിടെ ഒന്ന് നിന്നാലും. അങ്ങ് എങ്ങോട്ടാണ് പരവശനായി ഓടുന്നത്? നിന്നെ കണ്ടത് നന്നായി. നീ ചക്രവർത്തിയെ കണ്ടിട്ടുണ്ടോ? ചക്രവർത്തിയോ? അതെ, അങ്ങനെ ഒരു ജന്തു എന്റെ ഗുഹയിൽ കയറിയിരിക്കുന്നു. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതെങ്കിലും കാടുണ്ടോ എന്ന് നോക്കട്ടെ. ഈ സിംഹത്തിന് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. പ്രഭോ, അങ്ങയെ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. വലിയ ധൈര്യശാലിയല്ലേ? പോയി നോക്കിയിട്ട് വാ, മൊണ്ടൻ. കുറുക്കൻ ഓടി ഗുഹയ്ക്കടുത്ത് ചെന്നു. വെളിയിലുള്ള കാൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കന് ആളെ പിടികിട്ടി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ ഒരാടാണ്. ആടോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ എത്രയോ ആടുകളെ ഗ്രാമത്തിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങ് ധൈര്യമായി വന്നാലും പേടിയാണെങ്കിൽ എന്റെ പുറകിൽ ഒളിച്ചാൽ മതി. കാട്ടിലെ രാജാവായ ഞാൻ നിസ്സാരനായ ഒരു കുറുക്കന്റെ പിന്നിൽ ഒളിക്കുകയോ? ഛേ! പ്രഭോ, നമ്മുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആ ജന്തു തിന്നുകയാണെങ്കിൽ ആദ്യം എന്നെ തിന്നട്ടെ, അങ്ങ് വന്നാലും. അങ്ങനെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി സിംഹവും കുറുക്കനും ഗുഹയുടെ മുന്നിലെത്തി.
കുറുക്കനെയും സിംഹത്തെയും ഒന്നിച്ചു കണ്ട ആടിന് വെപ്രാളമായി. പക്ഷേ അവരുടെ വാലുകൾ കൂട്ടിക്കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ കാര്യം പിടികിട്ടി. അപ്പോൾ ഈ കുറുക്കന്റെ ധൈര്യത്തിൽ ആ സിംഹം തിരിച്ചു വന്നിരിക്കുന്നത് ഇപ്പൊ കാണിച്ചു കൊടുക്കാം. എപ്പോ എത്തി ചക്രവർത്തി? കുറച്ചു നേരമായി ചങ്ങാതി നിന്നെയും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അത് സാരമില്ല, സിംഹത്തെ കൊണ്ടുവന്നല്ലോ, അത് മതി. നീയാണ് ശരിക്കും കുറുക്കൻ. ഒരു സിംഹത്തെ തിന്നണമെന്ന് പറഞ്ഞപ്പോൾ നീ രാജഹാവിനെ തന്നെ കൊണ്ടുവന്നു. എന്താ മടിച്ചു നിൽക്കുന്നത്? ആ കിഴവനെ ഇങ്ങോട്ട് തള്ളിവിട്, അതോ ഞാൻ അങ്ങോട്ട് വരണോ? ഇത് കേൾക്കണ്ട താമസം നിലവിളിച്ചുകൊണ്ട് സിംഹം ഓടി. കുറുക്കന്റെ കാര്യം പിന്നെ പറയണോ? ഹിയാ! വെള്ളരിക്ക പട്ടണത്തിൽ ഒരിടത്ത് ചിത്രാംഗതൻ എന്നൊരു നെയ്ത്തുകാരനും കുടുംബവും താമസിച്ചിരുന്നു. വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്താലും അതിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് അന്നുള്ള കാര്യങ്ങൾക്ക് തന്നെ അവർക്ക് തികയില്ലായിരുന്നു. വേനലിലും ക്ഷാമത്തിലും ജനങ്ങൾ വല്ലാതെ പൊറുതിമുട്ടി. എന്നാൽ രാജ്യം ഭരിച്ചിരുന്ന ആഡംബരപ്രിയനും ധൂർത്തനുമായ ശുംഭക മഹാരാജാവാകട്ടെ പ്രജകളുടെ ക്ഷേമമൊന്നും ശ്രദ്ധിച്ചില്ല. മാത്രമല്ല തന്റെ ആർഭാടങ്ങളിൽ ഒരു കുറവും വരുത്തിയതുമില്ല. ഒരു ദിവസം രാജാവ് ഒരു വിളംബരം നടത്തി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പട്ടുവസ്ത്രം നെയ്തു തരുന്നയാൾക്ക് 1000 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകും. പേരും പ്രശസ്തിയും സമ്പത്തും ഒക്കെ മോഹിച്ച് ധാരാളം നെയ്ത്തുകാർ ആ രാജ്യത്തെത്തി. പക്ഷേ ആർക്കും രാജാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. നെയ്ത്തിൽ മിടുക്കനായിരുന്നെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ധൈര്യമൊന്നും ചിത്രാംഗതനില്ലായിരുന്നു. എന്നാൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കൂടിക്കൂടി വന്നപ്പോൾ അയാൾ ഒരു തീരുമാനത്തിലെത്തി. എത്ര നല്ല പട്ട് നെയ്താലും രാജാവിനെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. ഈ രാജാവിനെ ഒരു പാഠം പഠിപ്പിക്കണം. ഇയാളുടെ ആർഭാടത്തിന് ഒരു അറുതി വരുത്തണം. ഒരു ദിവസം നല്ല വസ്ത്രങ്ങളൊക്കെ ഉടുത്ത് ഒരുങ്ങിച്ചമഞ്ഞ് ഒരു വലിയ നെയ്ത്തുകാരന്റെ വേഷത്തിൽ ചിത്രാംഗതൻ രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു.
വഴിയിൽ ഒരു മരച്ചുവട്ടിൽ വിശന്നു തളർന്നിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയെ കണ്ട് ചിത്രാംഗതന്റെ മനസ്സലിഞ്ഞു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണപ്പൊതി അയാൾ അവന് നീട്ടി. എന്താ കുട്ടിയുടെ പേര്? വീരു. മടിച്ചാണെങ്കിലും അവനത് വാങ്ങി. പിന്നീട് ഒന്നും മിണ്ടാതെ എങ്ങോട്ടോ ഓടിമറഞ്ഞു. കൊട്ടാരത്തിലെത്തിയ ചിത്രാംഗതൻ മന്ത്രിയെ മുഖം കാണിച്ചു. ഞാൻ ചിത്രാംഗതൻ, അയൽരാജ്യത്തെ ഏറ്റവും വലിയ നെയ്ത്തുകാരനാണ്. വളരെ വിശേഷപ്പെട്ട ഒരു പട്ടുചേലയാണ് ഞാനും എന്റെ നെയ്ത്തുകാരും മഹാരാജാവിന് വേണ്ടി നെയ്യുന്നത്. ഏകദേശം 100ഓളം നെയ്ത്തുകാരുണ്ട്. വസ്ത്രം നെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ മാസം 3 അത്രയ്ക്കും വിശേഷപ്പെട്ട പട്ടുചേലയോ? മഹാരാജാവിനെ വിവരമറിയിക്കുന്നതിന് മുൻപ് എനിക്ക് ആ പട്ട് നേരിട്ടൊന്ന് കാണണം. അതിനെന്താ പ്രഭു, ഇപ്പോൾ തന്നെ കാണാമല്ലോ. ചിത്രാംഗതൻ മന്ത്രിയെ കൂട്ടി താൻ ഇതിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന നെയ്ത്തുശാലയിലെത്തി. വന്നാലും 100ഓളം നെയ്ത്തുകാർ വസ്ത്രം നെയ്യുന്നത് കണ്ട് മന്ത്രി അത്ഭുതപ്പെട്ടു. പ്രഭു, കണ്ടില്ലേ അതിലെ സ്വർണ്ണക്കസവ് ഞൊറികൾ? ആ പട്ടുചേലയുടെ അറ്റത്തെ കുഞ്ചലങ്ങളിൽ കാണുന്നത് അമൂല്യമായ രത്നങ്ങളാണ്. ചിത്രാംഗതൻ പട്ടുചേലയെക്കുറിച്ച് നിർത്താതെ സംസാരിച്ചു തുടങ്ങി. ഈ പട്ടുചേലയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ കസവോ രത്നങ്ങളോ ഒന്നുമല്ല. ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഈ പട്ടുചേല കാണാൻ പറ്റൂ. ബുദ്ധിയില്ലാത്തവരുടെ കാഴ്ചയിൽ നിന്നും ഇത് മറഞ്ഞിരിക്കും. ചിത്രാംഗത, ഇതിലെ രത്നങ്ങളുടെ പ്രഭ കണ്ട് എന്റെ കണ്ണ് മഞ്ഞളിക്കുന്നു. നിങ്ങൾക്ക് 1000 അല്ല 10,000 സ്വർണ്ണ നാണയങ്ങൾ തരാൻ നാം മഹാരാജാവിനോട് പറയും. ഇത്രയും വിശേഷപ്പെട്ട ചേലയോ? അതേ പ്രഭു. മാത്രമല്ല ബുദ്ധിയുള്ളവർക്കേ അത് കാണാനും പറ്റൂ. അതേതായാലും നന്നായി. നമ്മുടെ രാജ്യത്ത് എത്ര ബുദ്ധിമാന്മാരുണ്ടെന്ന് ചേലയുടുത്താൽ അറിയാൻ കഴിയുമല്ലോ. ഏതായാലും ചേല മുഴുവനായി പോയി കാണാമല്ലേ? അങ്ങയുടെ ഇഷ്ടം പോലെ. പക്ഷേ പട്ടുചേലയെ കുറിച്ച് ഓർത്ത് രാജാവിന് ഇരുപുറയ്ക്കാൻ വയ്യാതെയായി. പരിവാരങ്ങളെയും കൂട്ടി രാജാവ് പട്ടുചേല നെയ്യുന്നത് കാണാൻ നേരിട്ടെത്തി. പട്ടുചേല എവിടെ? രാജാവ് സൂക്ഷിച്ചു നോക്കി. എന്തോ ഒരു പന്തികേട്. മഹാരാജൻ സ്വർണ്ണക്കസവ് നൂലുകൾ നോക്കുകയാകും. അതെ, തീരെ നേർത്തതായി പോയോന്നൊരു സംശയം. പക്ഷെ രത്നങ്ങൾ കേമമായിരിക്കുന്നു. രാജാവ് മന്ത്രിയെ കടത്തിവെട്ടി. ഏതായാലും ഒരു നല്ല ദിവസം തന്നെ തിരുമേനി ഇത് ഉടുക്കണം. എന്നാൽ നമ്മുടെ പിറന്നാളിന് തന്നെ ആയിക്കോട്ടെ. രാജവീതിയിലൂടെ ഒരു ഘോഷയാത്രയും ആകാം. എന്താ? അങ്ങനെ രാജാവിന്റെ പിറന്നാൾ ദിനമായി. ചിത്രാംഗതനും നെയ്ത്തുകാരും മണിക്കൂറുകളെടുത്ത് രാജാവിനെ പട്ടുചേല ഉടുപ്പിച്ചു. മന്ത്രിയും പരിവാരങ്ങളും സ്തുതിപാഠകരും രാജാവിന്റെ പുതുവസ്ത്രത്തെ വാഴ്ത്തിപ്പാടി. പ്രശംസയിൽ മതിമറന്ന രാജാവ് ചിത്രാംഗതന് സമ്മാനമായി 10,000 സ്വർണ്ണ നാണയങ്ങളും നൽകി. വിശേഷപ്പെട്ട പട്ടുചേല ഉടുത്തെത്തിയ രാജാവിനെ കണ്ട് പ്രജകൾ കണ്ണു തിരുമ്മി പലവട്ടം നോക്കി. പക്ഷെ ബുദ്ധിയില്ലെന്ന് സമ്മതിക്കാൻ ആരും തയ്യാറായില്ല. രാജാവിന്റെ പട്ടുചേലയെ അവർ വാനോളം പുകഴ്ത്തി. അങ്ങനെ പ്രശംസകൾ ഏറ്റുവാങ്ങി ഘോഷയാത്ര നീങ്ങിയപ്പോൾ ഒരു കൊച്ചുകുട്ടി വിളിച്ചു കൂവി, രാജാവ് തുണി ഉടുത്തിട്ടില്ലേ? ജനങ്ങൾ അമ്പരന്നു. ആ കൊച്ചുകുട്ടി മറ്റാരുമല്ല, വീരുവായിരുന്നു. രാജാവ് തുണി ഉടുത്തിട്ടില്ലേ? വീരു വീണ്ടും വിളിച്ചു കൂവി. ജനങ്ങൾ അടക്കം പറഞ്ഞു, രാജാവ് തുണി ഉടുത്തിട്ടില്ല. രാജാവ് നഗ്നനാണ്. രാജാവ് തുണി ഉടുത്തിട്ടില്ലേ? ജനങ്ങൾ ഏറ്റുവിളിച്ചു. ഘോഷയാത്ര അലങ്കോലപ്പെട്ടു.
അതിന് കാരണക്കാരനായ കൊച്ചുകുട്ടിയെ അന്വേഷിച്ച് ഭടന്മാർ 4 പാടും പാഞ്ഞു. തന്റെ സൗഭാഗ്യത്തിന്റെ യഥാർത്ഥ കാരണം വീരുവാണെന്ന് ഉറച്ചു വിശ്വസിച്ച ചിത്രാംഗതനും വീരുവിനെ അന്വേഷിച്ച് നടന്നു. പക്ഷേ വീരുവിന്റെ പൊടി പോലും ആർക്കും കിട്ടിയില്ല.